പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഗ്രിഗോറിയൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വളരെ അനുഗ്രഹകരമായ ഒരു ക്രിസ്തുമസ് ആദ്യമേ തന്നെ നേരട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തോട് അനുബന്ധിച്ച് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിച്ചു കേൾക്കുന്ന വേദഭാഗം പ്രധാനമായും ലൂക്കോസിന് സുവിശേഷം 1, 2 അധ്യായങ്ങളും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1, 2 അധ്യായങ്ങളും അത്രേ. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ്റെ പിറവിയെ സംബന്ധിച്ച് സക്കറിയാവിനോട് അറിയിക്കുന്ന ദൂതൻ അവനോട് സക്കറിയാവെ ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. വീണ്ടും യേശുക്രിസ്തുവിൻ്റെ തിരുജനനം അറിയിക്കുന്ന സന്ദർഭം മറിയമിനോട് മറിയമേ ഭയപ്പെടേണ്ട എന്ന് പറയുന്നതും നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 30-ാം വാക്യം. വീണ്ടും യേശുക്രിസ്തുവിൻ്റെ പിറവിയെ സംബന്ധിച്ച് ആട്ടിടയന്മാരോട് സന്ദേശം അറിയിക്കുവാനെത്തുന്ന ദൂതൻ അവരോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നതായി നാം 2-ാം അധ്യായം 10-ാം വാക്യത്തിലും വായിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട വളരെ കാലികമായ ഒരു വലിയ പ്രസക്തിയുള്ള ഒരു വാക്കാണ് ഭയപ്പെടേണ്ട എന്നുള്ളത്. വേദപുസ്തകത്തിൽ 365 പ്രാവശ്യമാണ് ഭയപ്പെടേണ്ട എന്ന സാന്ത്വന വചനം നമുക്ക് കേൾക്കാനാവുക. ശരാശരി ഒരു ദിവസം, ഒരു വർഷം 365 ദിവസം, അങ്ങനെ ശരാശരി ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ദൈവവചനം നമ്മളോട് ഭയപ്പെടേണ്ട എന്ന സന്ദേശം അറിയിക്കുകയാണ്. യേശുക്രിസ്തു നമ്മളുടെ നടുവിൽ ഇന്ന് പിറക്കുമ്പോൾ, നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ അവൻ ഉരുവാകുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ആശ്വാസമാണ് ഭയപ്പാടുകളിൽ നിന്നുള്ള വിടുതൽ. ബെർട്രാൻഡ് റസൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ റാഷണൽ ഫിയേഴ്സ്, നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഭയപ്പാടുകളുണ്ട്. ഒരു വലിയ സമൂഹം അലറിക്കൊണ്ട് നമുക്ക് നേരെ എതിർപ്പെടുമ്പോൾ നാം ഭയപ്പെട്ടു പോകുന്നു. അതൊരു റാഷണൽ ഫിയറാണ്. സമൂഹം നമ്മളെ കടിച്ചു ചിന്തും. അതുപോലെയുള്ള സാഹചര്യങ്ങൾ, നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളിലുണ്ടാകുന്ന ഭയപ്പാട്, അത്തരം ഭീതിതമായ ഒത്തിരി സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. യുദ്ധസന്നാഹങ്ങളും പോർവിളികളും നമ്മളുടെ സാധാരണ സമനിലയെ തെറ്റിക്കുന്ന, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ്. ഒരാൾ മറ്റൊരാളുടെ നേരെ തിരിഞ്ഞ് അയാളെ ആക്രമിക്കുന്നതിന് ഒരുമ്പെടുന്ന സന്ദർഭത്തിൽ തീർച്ചയായും ഈ ഭയപ്പാടിന് യുക്തിസഹമായ ഒരു വിശദീകരണം നമുക്ക് നൽകുവാൻ കഴിയും. ബെർട്രാൻഡ് റസൽ രണ്ടാമത് പറയുന്നത്, ഒന്നാമത് റാഷണൽ ഫിയേഴ്സ്, രണ്ടാമത് ഇറാഷണൽ ഫിയേഴ്സ്. എന്താണ് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഭയപ്പാടുകൾ? യഥാർത്ഥത്തിൽ റാഷണൽ ഫിയേഴ്സ്, ബുദ്ധിസഹമായ ഭയപ്പാടുകളെക്കാൾ അധികം ഇന്ന് മനുഷ്യനെ വിഴുങ്ങി ഗ്രസിച്ച് അവരെ അമർത്തി ഇല്ലാതാക്കുന്നത് ഒരു യുക്തിക്കും മനസ്സിലാക്കാൻ പാടില്ലാത്ത
ആവശ്യമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ കൊണ്ടും അരുതാത്ത ഇറാഷണൽ ഫിയേഴ്സാണ്. എൻ്റെ അടുത്ത ഒരു സ്നേഹിതൻ, അയാൾ ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളാണ് എന്ന് വരുന്നു എന്നിരിക്കട്ടെ, സാമർഥ്യമുള്ള ഒരാളാണ്, കഴിവുള്ള ആളാണ്, മികവുള്ള ആളാണ്. അപ്പോൾ ഞാനിരിക്കുന്ന കസേര എനിക്ക് നഷ്ടമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് എന്തിനാണ്? നമ്മളുടെ അയൽപക്കക്കാരൻ നമ്മളെക്കാൾ സാമ്പത്തികമായി ഉയർന്നു വരുന്നുവെന്ന് കാണുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അസ്വസ്ഥനാകുന്നത്? സൗന്ദര്യമുള്ള മരുമകൾ, സാമർഥ്യമുള്ള വിദ്യാഭ്യാസമുള്ള മരുമകൾ ഭവനത്തിലേക്ക് വലതുകാൽ വെച്ച് കയറി വരുമ്പോൾ എന്തുകൊണ്ടാണ് അമ്മായിയമ്മ അസ്വസ്ഥയാകുന്നത്? നമ്മളുടെ അഹംഭാവത്തെ തൊട്ട് നോവിക്കുന്നു എന്ന് തോന്നുകയും അത് നമുക്ക് ഭയമായി നമ്മൾ തന്നെ നമ്മളുടെ വൈകാരിക ജീവിതത്തിൽ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ അത് ഇറാഷണൽ ഫിയേഴ്സാണ്. ഭയപ്പെടേണ്ട എന്ന സന്ദേശം ഈ രണ്ട് തലത്തിലും നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് 23-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വേദപുസ്തകത്തിലുടനീളം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രാതികൂല്യങ്ങളും പ്രതിബന്ധങ്ങളും ഭയപ്പെടുത്തുന്ന, നമ്മളെ വല്ലാതെ ഉലയ്ക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളും നമുക്ക് ചുറ്റും, നമുക്ക് മുമ്പിലും വന്നു നിൽക്കുന്ന സന്ദർഭങ്ങളിലും ഭയപ്പെടേണ്ട എന്ന വചനത്തിന് പ്രസക്തിയുണ്ട്. പുനരുദ്ധാനം ചെയ്ത കർത്താവ് വാതിലുകൾ അടച്ചിരിക്കെ യഹൂദന്മാരെയുള്ള ഭയം നിമിത്തം വാതിലുകൾ അടച്ച് ഉൾമുറിയിലായിരുന്ന സന്ദർഭത്തിൽ യേശു തമ്പുരാൻ പുനരുദ്ധാനം ചെയ്ത കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്ന ആശ്വാസവചനം പറയുന്നതും നമുക്കിതിനോട് ചേർത്ത് ചിന്തിക്കണം. ഈ 2014 ക്രിസ്തുമസിൽ നമുക്ക് പ്രാതികൂല്യങ്ങളെയൊക്കെ അതിജീവിക്കുവാനുള്ള കെൽപ്പ് തന്ന് നമ്മളെ സഹായിക്കുന്ന നമ്മളുടെ വീണ്ടെടുപ്പുകാരൻ നമുക്കായി ബേത്ലഹേമിൽ പിറന്നിരിക്കുന്നു. ആ യേശു ക്രിസ്തു ഇന്ന് നമ്മളുടെ വ്യക്തിജീവിതത്തിൽ നമ്മളുടെ വീണ്ടെടുപ്പുകാരനായും രക്ഷകനായും പിറക്കണം. യേശു ക്രിസ്തുവിനെ നാം സ്വീകരിക്കുകയാണ് ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മൾ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തന തലങ്ങളിലേക്ക്. ഇങ്ങനെയുള്ള റാഷണൽ ഫിയേഴ്സിൽ നിന്നുള്ള വിടുതൽ ഒരു വശത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴും അതിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ യേശു ക്രിസ്തുവിൽ സമ്പൂർണമായി നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നത് വഴി ഇറാഷണൽ ഫിയേഴ്സിൽ നിന്നുള്ള, യുക്തിസഹമല്ലാത്ത ഒത്തിരി ഭയപ്പാടുകളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ അസൂയപ്പെടുകയാണ്. നമ്മൾ ഒരാളെ നമ്മളുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന് വിസമ്മതിച്ച് നമ്മൾ സ്വയം അസ്വസ്ഥമാവുന്ന, അനാവശ്യമായ, ഒരിക്കലും യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പാടില്ലാത്ത ഒത്തിരി ഭയപ്പാടുകൾ നാം തന്നെ നമ്മളോട് തന്നെ ഉണ്ടാക്കുന്നില്ലേ? യേശുക്രിസ്തുവിൻ്റെ പിറവി ഇത്തരം ഭയപ്പാടുകൾ നമുക്ക് വിമുക്തി നൽകുന്നതിന് ശക്തമാകുന്നില്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തിൻ്റെ ആഘോഷം നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരവും വരുത്താതെ വെറും കുറച്ച് അനുഷ്ഠാനങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും പുറം ചട്ടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന
കുറച്ച് ആഘോഷങ്ങളിലും ഒതുങ്ങിപ്പോവുകയല്ലേ എന്ന് ചിന്തിച്ചു പോകുന്നു. ഈ വർഷത്തെ തിരുപ്പിറവി ഒരു രൂപാന്തരത്തിൻ്റെ, നമ്മുടെ ആന്തര രൂപാന്തരത്തിൻ്റെ, നമ്മളുടെ ബന്ധങ്ങളിലുള്ള രൂപാന്തരത്തിൻ്റെ, അന്യോന്യമുള്ള നമ്മളുടെ സ്വീകാര്യതയുടെ ഒരു പുതിയ മാനം ഉണ്ടാകുന്നതിലൂടെയുള്ള, അങ്ങനെ ഉണ്ടാക്കിത്തരുന്ന പുതിയ അനുഭവത്തിലേക്ക് നമ്മളെ വഴി നയിക്കുന്നതായി തീരേണ്ടതുണ്ട് എന്നും ഈ അവസരം ചേർത്ത് ചിന്തിക്കുന്നു. ഭയപ്പെടേണ്ട എന്ന് ദൈവവചനത്തിൽ പറയുന്ന സന്ദർഭങ്ങളിൽ എല്ലാം തന്നെ ഏറിയ പങ്കും തൊട്ടടുത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു വലിയ ആശ്വാസവചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്നാണ്. യെശയ്യാപ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നിന്നെ പേർചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാനാവുക. ഈ അധ്യായത്തിൽ തന്നെ തുടർന്നും 5-ാം വാക്യത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതായി നാം വായിക്കുന്നു. ഊരുകൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താണ് കാരണം? നീ എന്നോടുകൂടെയുണ്ട് എന്ന് നാം 23-ാം സങ്കീർത്തനത്തിൽ വായിക്കും. യേശുക്രിസ്തുവിൻ്റെ തിരുജനനം സംബന്ധിച്ച് വിശുദ്ധ മത്തായി 1-ാം അധ്യായത്തിൽ വിവരിക്കുന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തുവിന് 2 പേരുകൾ നൽകപ്പെടുന്നതായി നാം കാണുന്നു. ദൂതൻ യൗസേപ്പിനോട് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാതിരിക്കൊണ്ട് നീ അവന് യേശുവെന്ന് പേരിടണം എന്ന് ആവശ്യപ്പെടുന്നു. അതിന് തൊട്ടടുത്ത വാക്യത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ യെശയ്യാപ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇമ്മാനുവേൽ, അമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാണ്. യെശയ്യാപ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്ന് നാം കേട്ടു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. തുടർന്ന് അതേ അധ്യായം 43-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള അമ്മാനുവേൽ എന്ന് അവന് പേരാകും എന്ന് പറയുമ്പോൾ നാം ഇത് ഒരു സുപ്രധാന സന്ദേശമായി ഉൾക്കൊള്ളുകയാണ്. യേശുക്രിസ്തു ഇന്ന് ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തെ തിരുജനനത്തിലൂടെ നമുക്ക് അനുഭവമാക്കി തരികയാണ്. ഈ വർഷം നമ്മൾ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ ദൈവം നമുക്ക് നിറസാന്നിധ്യമായി, നിരന്തര സാന്നിധ്യമായി, നമ്മളുടെ മുമ്പും പിമ്പും ഇടവും വലവും, നമ്മളുടെ അകവും പുറവും എപ്പോഴും ദൈവം നമുക്ക് കാവലും സംരക്ഷകനുമായി, വഴി നടത്തുന്നവനായി, ആലോചനക്കാരനായി നമ്മളുടെ ജീവിതത്തിൽ വരികയാണ്, നമ്മോടുകൂടെ നടക്കുകയാണ്, നമ്മെ നടത്തുകയാണ്. ഈ ഒരു വലിയ അനുഗ്രഹം നമുക്കേവർക്കും ലഭിക്കുവാൻ സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. ഈ വർഷം 2014 ക്രിസ്തുമസ് ഈ ഒരു വലിയ സാന്ത്വനവചനം കേൾക്കാനും
നിരന്തരമായി നമ്മോടുകൂടെ നമ്മളെ നയിക്കുന്ന നമ്മുടെ ദൈവത്തെ നമ്മളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അങ്ങനെ ദൈവ സാന്നിധ്യം അനുഭവമാക്കി തീർക്കുവാനും പര്യാപ്തമായ ഒരു പുതിയ അനുഭവം തരുന്ന ക്രിസ്തുമസായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കട്ടെ. നോമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും ഉള്ള ദിവസങ്ങൾ കൂടുതലായി ദൈവവചനം ധ്യാനിച്ചും നോമ്പും ഉപവാസവും അനുഷ്ഠിച്ചുകൊണ്ട് അനുഗ്രഹകരമായ തിരുപ്പിറവി ആഘോഷിക്കുന്നതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഒരിക്കൽ കൂടെ ഗ്രിഗോറിയൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും അനുഗ്രഹകരമായ ഒരു ക്രിസ്തുമസും പുതിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു പുതിയ വത്സരവും ഒരു വർഷവും നേർന്നുകൊണ്ട് എൻ്റെ ഈ ക്രിസ്തുമസ് സന്ദേശം ഞാൻ ഉപസംഹരിക്കുന്നു.